നമുക്ക് വിപണിയിൽ ഇന്നത്തെ കാലത്ത് ഒരുപാട് പ്രൊഡക്റ്റ് വിപണിയിൽ തന്നെ കിട്ടാറുണ്ടല്ലേ. ഫേസ് പാക്ക്, മോയ്സ്ചർ ക്രീമുകൾ, മറ്റെല്ലാം എന്ത് തന്നെ വേണമെങ്കിലും നമുക്ക് വിപണിയിൽ കിട്ടാനുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ഒന്നും വാങ്ങാറില്ല കേട്ടോ. ഒന്നാമത് നമ്മുടെ ഈ ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. പിന്നെ ഞാനൊരു നാടൻ രീതിയിലാണ് ഞാൻ എപ്പോഴും നടക്കാറ്. അത് എന്നെ അറിയുന്നവർക്ക് എല്ലാവർക്കും അറിയാവുന്നതാണേ. അപ്പം അങ്ങനെ നടക്കാനാണ് എനിക്കിഷ്ടം. അപ്പോൾ എന്താ പറയുക, ഞാൻ അതുപോലെ എന്തെങ്കിലും ഫങ്ഷൻ അങ്ങനെ പ്രോഗ്രാംസൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ വീട്ടിൽ തന്നെ ഫേസ് പാക്ക് ഉണ്ടാക്കുകയാണ് ചെയ്യാറ്. നമുക്കറിയാവുന്ന നമ്മുടെ വീട്ടിൽ ഉള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കും. അതിനുള്ള നല്ല റിസൾട്ടും എനിക്ക് കിട്ടാറുണ്ട്. മുഖത്തിന് നല്ല ഗ്ലേസിങ് ആണെങ്കിലും അതുപോലെ നല്ല ഒരു തിളക്കവും ചെറിയൊരു എന്താ പറയുക, നമ്മൾ എന്നും ഇപ്പോൾ ആഴ്ചയിൽ തേക്കണമൊന്നുമില്ല. ഫങ്ഷൻ മാത്രമല്ല അപ്പോൾ തേക്കുള്ളൂ. അപ്പോൾ അങ്ങനെ ആഴ്ചയിൽ വേണമെങ്കിൽ എല്ലാവർക്കും ചെയ്യാം കേട്ടോ. ഞാൻ ചെയ്യാറില്ല, മടിച്ചിയാണ് അതുകൊണ്ട് കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ ഫേസിലുള്ള ആദ്യം ഫേസ് കഴുകി നന്നായി തുടച്ച ശേഷമാണ് ഞാനിത് അപ്ലൈ ചെയ്യാറ് കേട്ടോ. ചെയ്യുമ്പോൾ നമുക്ക് ഒരു 20 മിനിറ്റ് ഞാൻ എന്തായാലും പിടിക്കാറുണ്ട്. 20 മിനിറ്റ് പിടിച്ച ശേഷം അത് റിമൂവ് ചെയ്യും. നല്ല ഇളം ചൂടുവെള്ളത്തിൽ റിമൂവ് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ ഇനി പച്ചവെള്ളത്തിൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള ഇത് ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ചെയ്യും. അപ്പോഴെന്താണോ തോന്നിയ ശേഷം അങ്ങനെ ഞാൻ ചെയ്യാറ്. നമുക്കെല്ലാവർക്കും നമ്മുടേതായ ഇഷ്ടങ്ങളില്ലേ, അങ്ങനെ. അപ്പോൾ ഇതെന്തെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ചെയ്തിട്ടുള്ളത് അലോവേര ജെല്ലാണ്. ഇതിൽ അലോവേര ജെല്ലുണ്ട്, തേൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 സ്പൂണ് നമ്മൾ അലോവേര ജെല്ല്, 1 ടീസ്പൂൺ തേൻ, അതേപോലെ തന്നെ 1 ടീസ്പൂൺ നമ്മൾ തക്കാളിയുടെ നീരെടുത്തിട്ടുണ്ട്, ലെമൺ എടുത്തിട്ടുണ്ട്, അരിപ്പൊടി 1 സ്പൂണുണ്ട്, അതേപോലെ ഒരു 1/4 ടീസ്പൂൺ നമ്മുടെ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്, കാപ്പിപ്പൊടി 2 സ്പൂൺ കാപ്പിപ്പൊടി ചേർത്തിട്ടുണ്ട്. ഈ സ്പൂണിന് 2 സ്പൂൺ തന്നെ കാപ്പിപ്പൊടി ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ്ഡ് ചെയ്തിട്ടുള്ളതാണിത്. പിന്നെ ഞാൻ ചേർത്തത് നമ്മുടെ അരിപ്പൊടിയില്ലേ, അരിപ്പൊടിയും കൂടി ഇതിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചാണ് ഞാനിത് ചെയ്തിട്ടുള്ളത്. പിന്നെ അപ്പം നമുക്ക് ഇത് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. പിന്നെ നേരത്തെ ഉണ്ടാക്കിയ ഞാൻ ഇതിൻ്റെ മുന്നേ ഈ വീഡിയോസ് എല്ലാം അലോവേര ജെല്ലൊക്കെ വെച്ചിട്ട് ചെയ്തായിരുന്നു. അപ്പോൾ അത് എനിക്കത് ക്ലിയറായി തോന്നി, പെട്ടെന്ന് സ്റ്റെക്കായിപ്പോയി കോള് വന്നപ്പോഴേ അങ്ങനെ. പിന്നെ നേരത്തെ ഉണ്ടാക്കിയ ക്യാൻഡിൽസാണിത്. ക്യാൻഡിൽസ് കണ്ടോ, അടിപൊളിയായില്ലേ. നമുക്ക് വീട്ടിൽ തന്നെ ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ഉണ്ടാക്കി നോക്കാം. അതിൻ്റെ ഇടയിൽ കൂടെ ഞങ്ങളിരുന്ന് പോപ്കോണും കൂടി കഴിക്കുന്നുണ്ടേ. അപ്പം അങ്ങനെ ആയിട്ടിരിക്കുന്നു. അപ്പോൾ നമുക്കിത് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഇനി നിങ്ങൾക്ക് ഒരു സംശയം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളിത് അപ്ലൈ ചെയ്യുന്നതിൻ്റെ മുന്നേ എന്തെങ്കിലും ചൊറിച്ചിൽ അങ്ങനത്തെ എന്തെങ്കിലും അലർജി പ്രോബ്ലംസ് ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടി ആദ്യം കയ്യിൽ തേച്ചാൽ മതി കേട്ടോ. അപ്പോൾ കയ്യിൽ അപ്ലൈ ചെയ്യാം. മുഖത്ത് തേക്കുമ്പോഴേ നമ്മൾ മുഖത്തുനിന്ന് താടിയുടെ അവിടുന്ന് മുകളിലേക്ക് കണ്ണിൻ്റെ ഭാഗം അങ്ങനെ ആക്കിയിട്ട് വേണം ചെയ്യാനേ. എപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ ഓർക്കേണ്ട കാര്യമാണ് കേട്ടോ. ഇതിങ്ങനെ തേക്കുക കണ്ടോ, നമുക്ക് തേക്കുമ്പോൾ തന്നെ ഒരു ഗ്ലേസിങ് വരുന്നുണ്ടോ. ഇത് ഞാൻ വെറുതെ പറയില്ല, ക്യാമറയുടെ ഇത് മാത്രമല്ല, അല്ലാതെ തന്നെ നമുക്ക് അറിയാവുന്നതാണ്. ഞാൻ വെറുതെ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. കണ്ടോ, ഇതിങ്ങനെ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് കഴുകി കഴിയുമ്പോഴാണ് ഇതിൻ്റെ റിസൾട്ട് നമുക്കറിയാൻ സാധിക്കുക. ഓക്കെ, അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ അവൾ ഫേസിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നല്ലതാണ്, ഒരു പ്രശ്നമില്ല. ഓക്കെ.